ഹായ് ഓർ സി ആസ്പിറൻസ്, ദിസ് ഈസ് മീ സി അസ്ലം. അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചാൽ നോർമൽ ഹ്യൂമൻ ബീങ്ങിന് സാധാരണ നോർമൽ ടൈമാണ്, മഴക്കാലം എന്ന് മാത്രമേ പറയാറുള്ളൂ. സി ആസ്പിറൻസും ആയ ആൾക്കാർക്കും പല ഇമോഷൻസ് നിന്ന ഒരു സമയമാണ്. കുറേ പേർക്ക് സന്തോഷത്തിൻ്റെ ഒരു സമയമായിരിക്കും, കുറേ പേർക്ക് ഒബ്വിയസ്ലി വിഷമത്തിൻ്റെ ഒരു സമയമായിരിക്കും. ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും പാസ്സാവുമെന്ന് വിചാരിച്ചിട്ടും പാസ്സാവാത്ത ആൾക്കാരുണ്ടാവും. ലൈക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. ഞാനും 2022 നവംബറിലാണ് 2022 മെയ്യിലാണ് ക്വാളിഫൈ ആയത്. ഒരു കാലത്ത് മെയ് 2021 നവംബർ 2020 ആയിട്ട് ഞാനും ഈ ഒക്കെ വിഷമം അനുഭവിക്കുന്ന ഒരു സ്റ്റേജിൽ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് കിട്ടാത്ത ആൾക്കാർക്ക് ഒബ്വിയസ്ലി നല്ല വിഷമം ഉണ്ടാവും. നല്ല വിഷമം ഉണ്ടാവും. നമുക്ക് മനുഷ്യന്റെ ഒരു പ്രകൃതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വിഷമം ഉണ്ടെങ്കിൽ നമ്മളത് ഒരു 50 ദിവസം അതിങ്ങനെ ആലോചിച്ചിരിക്കും. ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 ദിവസം ആലോചിച്ചിട്ട് നമ്മൾ അടുത്ത കാര്യത്തിലോട്ട് പോകണം. പക്ഷെ വിഷമം എന്ന് വന്നു കഴിഞ്ഞാൽ 50 ദിവസം അതിനെ പിടിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഹ്യൂമൻ നേച്ചർ ഫുള്ള് നെഗറ്റീവ്, ഹ്യൂമൻ ബോഡി ഫുള്ള് നെഗറ്റീവിലോട്ടാണ് ചായന്ന് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ മൈൻഡ് വേണം ബോഡീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അങ്ങനെയല്ല വേണ്ടത്, അങ്ങനെ ആയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സംഭവം. കാരണം തളരാൻ എളുപ്പമാണ്, തളരാൻ ആരെ കൊണ്ടും പറ്റും. ലൈക്ക് അതിന് പ്രത്യേകിച്ച് കഴിവ് വേണമെന്നൊന്നുമില്ല തളരാൻ. അത് നോർമൽ ഹ്യൂമൻ തിങ് ആണ്. ആ തളരാതെ എണീറ്റ് വരണേലാണ് കാര്യമുള്ളത്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞവർക്ക് തോന്നുന്നുണ്ടാവും അവന് വെറുതെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയല്ല, ഞാനും സി എ പാസ്സായി ഇതിൽ തന്നെ വന്നത് തന്നെയാണ്. ലൈക്ക് ഒബ്വിയസ്ലി ഭയങ്കര വിഷമം തന്നെയാണ്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് തോന്നും, അയ്യോ എൻ്റെ കൂടെയുള്ള പാസ്സായതിന്റെ വിഷമല്ല, ബട്ട് നമുക്ക് കൂടെ ഉള്ളവൻ്റെ ഒപ്പം പാസ്സാവാൻ പറ്റിയില്ലല്ലോ അവരുടെ സ്റ്റാറ്റസ്. പിന്നെ ഇനി ഈ റിസൾട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ എഫക്ട് വരുന്നത് പല ആൾക്കാരുടെ സ്റ്റാറ്റസ് ആണ്. അവർ കേക്ക് മുറിക്കുന്നത്, അവർ കോൺവെക്കേഷന് പോണത്, അവര് ഫാമിലി ഫോട്ടോസ്, എല്ലാവരും ചിരിച്ച് നിൽക്കുന്ന ഫോട്ടോസ്. അത് കണ്ട് നമുക്ക് അസൂയ തോന്നുന്നല്ല, പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിനുള്ളിൽ തോന്നും, ഓ ഈ അറ്റംപ്റ്റ് ഞാൻ പാസ്സായിരുന്നെങ്കിൽ എനിക്ക് അവരുടെ ഒപ്പം എത്തായിരുന്നല്ലോ. ഒബ്വിയസ്ലി തോന്നും. എന്ന് കരുതിയിട്ട് അവർക്ക് സ്റ്റാറ്റസ് കാണാൻ അല്ലെങ്കിൽ സന്തോഷിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ എഫേർട്ട് ഇട്ടത് ഒബ്വിയസ്ലി നമ്മളൊരു കാലത്ത് ഒരു പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗെയിൻ എന്തെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ നോ പെയിൻ നോ ഗെയിൻ എന്ന് വെറുതെ ഉണ്ടായ വാക്കല്ലല്ലോ, അതിന് ഒരുപാട് അർത്ഥമുള്ള ഒരു വാക്കാണത്. ഒബ്വിയസ്ലി ജയിച്ചവർ എന്തായാലും സന്തോഷിക്കും, അത് അവർ വേണ്ട രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യും, അത് അവരുടെ അവകാശമാണ്. ബട്ട് ഒബ്വിയസ്ലി നമുക്ക് കാണുമ്പോൾ വിഷമം തോന്നും. ഇൻ ദ സെൻസ് ലൈക്ക് എനിക്കും അവരെ പോലെ ആവായിരുന്നല്ലോ, എനിക്ക് സമയം പോവുകയാണല്ലേ, സമയം തിരിച്ചു കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഡിപ്രഷനിലോട്ട് അല്ലെങ്കിൽ കുഴിയിൽ നിന്ന് വീണ്ടും പടക്കുഴിയിലോട്ടല്ല പോകേണ്ടത്. ഈ വിഷമങ്ങൾ എന്തൊക്കെ, എനിക്ക് അവരുടെ ഒപ്പം പാസ്സാവാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ടൈം പോയില്ലോ, 6 മാസം എൻ്റെ സമയം പോയില്ലോ, ഞാൻ എഫേർട്ട് ഇട്ടതൊന്നും കാര്യമായില്ലല്ലോ. പിന്നെ അതുപോലെ എൻ്റെ അച്ഛനമ്മയും വിഷമിച്ചല്ലോ ഞാൻ കാരണം. എൻ്റെ ഫ്രണ്ട്സ് ഒബ്വിയസ്ലി എല്ലാവർക്കും അല്ല, പക്ഷെ എന്നാലും കുറച്ച് ഒരു ചൊറിയൻ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നൈബേഴ്സ് ഒക്കെ ഉണ്ടാവും. അവർ നമ്മളെ മുന്നിൽ വെച്ചിട്ട് പറയും പാസ്സായില്ല അല്ലേ, സാറില്ല അടുത്ത പ്രാവശ്യം പറയാന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ഉള്ളിൽ ചിലപ്പോൾ അവനല്ലെങ്കിലും കിട്ടാനൊന്നും സാധ്യതയില്ല, അവന് അല്ലെങ്കിലൊക്കെ ഉറപ്പുണ്ടാകാം, സി ഒക്കെ അവനക്കൊക്കെ എങ്ങനെ കിട്ടും, അങ്ങനെ ഒബ്വിയസ്ലി ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സങ്കടങ്ങൾ നമ്മുടെ ഹാർട്ടിൽ ഇങ്ങനെ ചെയ്ത് വരുന്ന കുറച്ച് കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാരണങ്ങൾ നമ്മളൊരു സ്റ്റെപ്സ് ആയിട്ടാണ് ഉപയോഗിക്കാൻ. ഇൻ ദ സെൻസ് ലൈക്ക് നമ്മളിപ്പോൾ ഒബ്വിയസ്ലി റിസൾട്ട് നെഗറ്റീവ് ആകുമ്പോൾ നമ്മളൊരു കുഴിയിലോട്ട് വീണ പോലെ തോന്നും. അതിൽ നിന്ന് കയറി വരാനുള്ള സ്റ്റെപ്പായിട്ട് വേണം ഇതിനൊക്കെ കാണാൻ. ഒബ്വിയസ്ലി ഇതൊക്കെ ഒരു പടുകുഴിയിലോട്ട് പോകാനാണ് നമ്മൾ ഹ്യൂമൻ നേച്ചർ ഉണ്ടാവുക. അത് ആരെ കൊണ്ടും പറ്റും. ലൈക്ക് അതൊരു വലിയ കഴിവല്ല. നമ്മൾ വിഷമത്തിൽ നിന്ന് വീണ്ടും വിഷമത്തിലോട്ട് അതിനെ ആലോചിച്ചിരുന്നിട്ട് അത് ഹ്യൂമൻ നേച്ചറാണ്, നോർമലി എല്ലാവരും കൊണ്ടും പറ്റുന്നതാണ്. അപ്പം ഇതിനോടത്തുനിന്ന് എണീറ്റ് വന്നിട്ട് പിന്നീട് ഫൈറ്റ് ചെയ്തിട്ട് പാസ്സായിട്ട് ഇൻ ദ സെൻസ് ഞാൻ ഇപ്പോഴും കുറച്ച് വൈകി, ഇനിയും വൈകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ ഇനി ആ വൈകിനെ എന്നെ കൊണ്ട് പറ്റില്ല, ആ ഒരു മൈൻഡ് മാറ്റിയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം പാസ്സായില്ല, ഇനി ഞാൻ പരിചയപ്പെടുന്ന ആൾക്കാരുടെ ഒപ്പം എങ്കിലും എനിക്ക് പാസ്സാണ്, ഇല്ലെങ്കിൽ ഞാൻ പാസ്സായില്ലെങ്കിൽ ഇനിയും പരിചയപ്പെടുന്ന ആൾക്കാരനെ ഞാനിപ്പോൾ മുന്നത്തെ പ്രാവശ്യം വിചാരിച്ച പോലെ വിചാരിക്കേണ്ടി വരും. ആ ഒരു സെൻസിലാണ് നമ്മൾ മുന്നോട്ട് പോകാൻ. ലൈക്ക് യുവർ ലൈഫ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ, നിങ്ങളുടെ ഏജ് ഇപ്പോൾ എത്ര ആയിക്കോട്ടെ, നിങ്ങളുടെ സമയം പോയതോ പോട്ടെ, നിങ്ങളുടെ അച്ഛനമ്മക്ക് വിഷമം ഉണ്ടാവും പോട്ടെ, നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും പോട്ടെ, നിങ്ങൾ ഇട്ട എഫേർട്സ് ഒക്കെ വേസ്റ്റ് ആയി ഉണ്ടാവും തോന്നുന്നുണ്ടാവും. ലൈക്ക് ബാക്കിയുള്ളവരൊപ്പം പാസ്സാകാൻ പറ്റിയില്ല എന്നുള്ള വിഷമം ഉണ്ടാവും. പല കാര്യങ്ങളും പല ഫാക്ടേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ കളിയാക്കിയവരുണ്ടാവും, സി എക്ക് വരുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പഠിക്കുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞവരുണ്ടാവും. നിങ്ങൾ പല കാരണങ്ങളുണ്ടാവും. നിങ്ങൾക്ക് പല ആൾക്കാർക്കും വിഷമിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സി എക്ക് വരുന്നതിന് മുന്നേ എൻ്റെ ലൈക്ക് ഉമ്മാനോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനോ സി എക്കോ ഭയങ്കര പണിയാണല്ലോ, അവനൊക്കെ കിട്ടും തോന്നുന്നുണ്ടോ, അവരുടെ ആരൊക്കെ ചേർന്നിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ടാകുന്നില്ല, അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് കിട്ടും തോന്നുന്നുണ്ടോ. അതുപോലെ തന്നെ ഞാൻ പഠിക്കുമ്പോൾ ഞാനിപ്പോൾ ഓഡിറ്റിങ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഈ പഠിക്കുന്ന രീതി ഒട്ടും ശരിയല്ല കേട്ടാ, ഇങ്ങനെ പഠിച്ചാൽ പാസ്സാവില്ല. ഞാൻ ക്വസ്റ്റ്യൻസാണ് ഞാൻ ആദ്യം കവർ ചെയ്തിരുന്നത്, ബാക്കിത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ പാസ്സാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. ലൈക്ക് അവർക്ക് പാസ്സാവേണ്ട മുന്നേ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ അവർ പാസ്സാവേണ്ടി നോക്കിയതല്ല, ഞാൻ എന്നിൽ വിശ്വസിച്ചായിരുന്നു. ഒബ്വിയസ്ലി ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഡൗട്ട് ചെയ്യും, പക്ഷെ എന്നാലും കുറേ ആലോചിച്ചിട്ട് നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വിശ്വസിക്കാൻ
നമുക്ക് നമ്മൾ തന്നെ വേണം സപ്പോർട്ട് ആവാൻ. അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. നമ്മൾ ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അത് കിട്ടാതാവുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച പോലെ വരാതാവുമ്പോൾ നമുക്ക് വിഷമാവുക, അല്ലെങ്കിൽ നമ്മളതിനെ ഒരു ഡൗൺ ആവുക. നമ്മൾ തന്നെ നമുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇപ്പം എനിക്ക് വിഷമം തോന്നുന്നു. ഇപ്പം ഞാൻ പഠിക്കുന്ന ശരിയല്ല, ഞാൻ ആകെ വേസ്റ്റ് ആണ്, എനിക്ക് എന്നെ ഒന്നും കൂടെ അതൊക്കെ തോന്നുമ്പോൾ തന്നെ ഞാൻ തന്നെ ഇങ്ങോട്ട് പറയാം, അല്ല നിന്റെ സമയം ഇപ്പോൾ ശരിയല്ല, നീ ഇപ്പോൾ വിട്, നീ അടുത്ത കാര്യം നോക്കുക. അങ്ങനെ നമ്മൾ തന്നെ നമുക്ക് സപ്പോർട്ടായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു ഞാനും. ഒബ്വിയസ്ലി ഞാൻ കുറേ ചളിയൊക്കെ പറയുമ്പോൾ ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ ഹോസ്റ്റലിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഓ സി എക്ക് തന്നെയാണ് പഠിക്കുന്നത്. കാരണം ഒരു ചളി പറഞ്ഞപ്പോൾ ചോദിക്കും, ഓ സി എക്ക് തന്നെയാണ് പഠിക്കുന്നത്. കാരണം സി എക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 24/7 ടാക്സ് റിലേറ്റഡ് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ കോട്ടും സ്യൂട്ടിട്ട് കിടക്കണം എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല. ബട്ട് ഈ കളിയൊക്കെ ഞാൻ ഇവരൊക്കെ ഇപ്പോഴും ചിലരൊക്കെ പാസ്സാവാത്തവരുണ്ട്, ഇവരൊക്കെ മുന്നേ പാസ്സായവരുണ്ട്, ഇവരൊക്കെ മുന്നേ ഞാൻ പാസ്സായിട്ടുണ്ട്. ഞാനിത് വലിയ അഹങ്കാരത്തിൽ പറഞ്ഞതല്ല, ഞാൻ അവരുടെ മുന്നേ പാസ്സാവണമെന്ന് വിചാരിച്ചിട്ട് പാസ്സായതല്ല. ലൈക്ക് ഞാൻ എന്നെ ഒരുപാട് വിശ്വസിച്ചായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ സി എക്ക് പറ്റിയ ആളാണെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഡൗട്ട് അടിക്കുന്നത്, അയ്യോ ഞാൻ ചളി വരാൻ പാടില്ല, ഇപ്പോൾ സി എക്ക് പറ്റിയ ആളല്ലെങ്കിൽ എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കാരണം സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഹാപ്പിനെസ് കിട്ടുക. അപ്പോൾ നമ്മൾ മെച്യൂരിറ്റി കാട്ടുന്നത് എപ്പോഴാണ്? പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, പാസ്സാവേണ്ട സമയത്ത് പാസ്സാവുക, അതിൽ മാക്സിമം എഫേർട്ട് കൊടുക്കുക. അതിൽ മാക്സിമം എഫേർട്ട് കൊടുത്തിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഓക്കെ. കാരണം ലൈക്ക് നമുക്കെല്ലാം മനുഷ്യന്മാരാണ്, ഒരു ലിമിറ്റ് ഉണ്ട്. മാക്സിമം എഫേർട്ട് കൊടുക്കുന്ന സമയത്ത് എഫേർട്ട് കൊടുക്കാതെ കുറേ മെച്യൂരിറ്റി വാങ്ങി പറഞ്ഞിട്ട് അതിനൊന്നും വലിയ കാര്യം തോന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഞാനിപ്പോൾ ഇൻ കേസ് ഞാൻ ജോബിൽ കയറിയപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കുറേ ചളി പറയുമ്പോൾ, നീ സി എ തന്നെയാണോ പാസ്സായത്, നിനക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ അടിച്ചതല്ലടാ സി എ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒബ്വിയസ്ലി എനിക്ക് ഇവരോടൊക്കെ അത് വേണ്ട, അത് എന്തെങ്കിലാട്ടെ. ലൈക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറെ നാട്ടെ പറഞ്ഞതെന്നല്ല, അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ വിഷമാകത്തുള്ളൂ. കാരണം ഒബ്വിയസ്ലി ഞാൻ സി എ ഭയങ്കര വലിയ ചെറിയ ഏജിൽ പാസ്സായതൊന്നല്ല പറഞ്ഞു. ഇപ്പോൾ എന്നെ കളിയാക്കണം, ഇപ്പോൾ മെച്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ സി സ്ക്രാച്ചിൻ്റെ പിന്നെയാണ് അടിച്ച് ചോദിക്കുന്നവർക്കൊക്കെ അവർക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ സി എ ഭയങ്കര ഏജിൽ 23 വയസ്സിൽ ക്വാളിഫൈ ആയതാണ്. ഞാൻ 23 വയസ്സിനായിട്ട് താഴെ പാസ്സാവുന്നവർക്ക് ഇഷ്ടമാതിരി പേരുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുകൊണ്ട് ഞാൻ ഒരു കൊല്ലം വൈകി. 22 വയസ്സിലൊക്കെ നോർമലി എല്ലാവരും നല്ലപോലെ പഠിക്കണമെങ്കിൽ പാസ്സാവാം. ഒരു കൊല്ലം ഞാൻ വൈകി. അത് ഞാൻ എന്നെ ഒരുപാട് വിശ്വസിച്ചായിരുന്നു, ബാക്കിയുള്ളവരെ ചെവി കൊള്ളാതെ. ഇപ്പം ഞാൻ ഇവരിങ്ങനെ പറയണമെന്ന് കരുതിയിട്ട് ഞാൻ ചളി വരാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ തമാശ വരാതിരിക്കുക ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചിട്ടുണ്ട് ഒരുപാട്. ഞാൻ എന്നോട് തന്നെ ചോദിക്കും ഏതാണ് ശരി ഏതാണ് തെറ്റ്. അത് ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് ചെയ്യാൻ നിൽക്കല്ല ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരെ, ഇപ്പോൾ ജോബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അവരെക്കാട്ടും ക്വാളിഫിക്കേഷനും സാലറി ഞാൻ മേടിക്കുന്നുണ്ട്, എന്നെക്കാട്ടി മേടിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ കളിയാക്കുന്നവരുടെ കാര്യം മാത്രമേ പറഞ്ഞത്. അപ്പോൾ ഒബ്വിയസ്ലി ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും ആരെങ്കിലും. ഇപ്പോൾ കളിയാക്കുന്ന ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഒരു കുത്തറമാക്കും പറയണ്ടാവും, ഓ പാസ്സായില്ലേടാ, അങ്ങനെ ഉണ്ടാവാം. ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഫാക്ടേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് തോറ്റേനും. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇതൊക്കെ ആലോചിച്ച് വിഷമിച്ച് സമയം കളയണോ വേണ്ട, അത് അടുത്തേനിരുന്ന് പഠിച്ചിട്ട് പിന്നീട് റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എഫർട്ട് ഇടണോ വേണ്ടത് നല്ലത് നിങ്ങളോട് തന്നെ ചോദിക്കുക. കരച്ചിലും പിടിച്ചിലൊന്നും ആർക്കും കാണണമെന്നില്ല, അതാർക്കും കേൾക്കാനും വലിയ താല്പര്യമില്ല. നല്ലൊരു എൻഡിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സക്സസ് സ്റ്റോറി ആയാലാണ് ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുക. കഴിഞ്ഞത് ആലോചിച്ചിട്ട് വിഷമമുണ്ടാവും, അതിന് കുറേ സമയം കളയാതിരിക്കുക. വിഷമിക്കാൻ വേണ്ടി കുറച്ച് സമയങ്ങൾ വിഷമിച്ച് ഇരുന്നാത്തോണ്ട് തീർക്കാം, എന്നിട്ട് അടുത്ത പരിപാടി നോക്കാം. അതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. ആർക്കും കാരണങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ എക്സ്ക്യൂസ് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. റിസൾട്ടാണ് എല്ലാവർക്കും ആവശ്യമുള്ളത്. അപ്പോൾ യുവർ ലൈഫ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കഴിഞ്ഞത് വിട്ടിട്ട് അടുത്ത പരിപാടി അല്ലെങ്കിൽ അടുത്ത ഇനിയൊരു അറ്റംപ്റ്റിന് വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ചുറ്റുള്ള എല്ലാവരും സന്തോഷിക്കും. അച്ഛനും അമ്മയും നിങ്ങൾ ഇന്ന് വിഷമിച്ചതിനൊക്കെ നാളെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു മധുരമുള്ള കൈപ്പേറിയ സ്വപ്നമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.